ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ കൊല്ലത്തു നിന്നാണ് പോണത്. കൊല്ലത്തു നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് ട്രെയിനിൽ വേണം പോകാനായിട്ട്. 9 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് അവിടെ എത്തണം. സോ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 8:30 മണിയായപ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കൊല്ലം ആലപ്പുഴ ട്രെയിനാണ് കേട്ടോ. കൊല്ലത്ത് നിന്ന് എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇത് പ്ലാറ്റ്ഫോം 1 നേരത്തെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ പോയി ട്രെയിൻ ടിക്കറ്റ് എടുക്കുക. ഒരാൾക്ക് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. കൊല്ലം അമ്പലപ്പുഴയാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നേരെ നമ്മൾ ട്രെയിനിലേക്ക് കയറി. ഏകദേശം 9:15 ഇത് കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഈ ട്രെയിൻ. അങ്ങനെ നേരെ 11 മണിയാകുമ്പോഴത്തേക്കും അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇത് എത്തിച്ചേരും. അങ്ങനെ നേരെ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് ഓട്ടോ കിട്ടും കേട്ടോ. ഓട്ടോയ്ക്ക് വെറും 40 രൂപ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലേക്ക് കയറി നേരെ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ഹായ് ഗൈസ്, നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്, പൊട്ട വെയിൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കണ്ണനെ കാണാൻ വരുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു പിടിയും ഇല്ലായിരുന്നു. ഒരു ഊഹം ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയത്. സൈഡിൽ കുറേ കടകളൊക്കെ കണ്ടിട്ട് അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തൃക്കൈവെണ്ണയും ത്രിമധുരത്തിനും വേണ്ടിയിട്ട് ഉള്ള നേർച്ചയ്ക്കുള്ള സാധനങ്ങൾ അവിടെ നിന്നാണ് കേട്ടോ നിങ്ങൾ വാങ്ങേണ്ടത്. ഒരു പ്ലേറ്റിന് 170 രൂപയാണ്. താമരപ്പൂവും തുളസിമാലയും പഴവും നേർച്ചയ്ക്കുള്ള സാധനങ്ങളുമാണ് കേട്ടോ അതിൻ്റെ അകത്ത് വരുന്നത്. സോ അതൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനമായിരുന്നു കേട്ടോ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് വന്നപ്പോഴത്തേക്കും. ആദ്യമായിട്ട് വന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ പോയത് അമ്പലക്കുളത്തിലേക്കാണ്. അവിടെ ചെന്ന് ശുദ്ധിയൊക്കെ വരുത്തിയതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുവാനായിട്ട് പോയി. ഈ തൃക്കൈവെണ്ണയുടെ ത്രിമധുരത്തിൻ്റെ റെസിപ്റ്റ് അമ്പലത്തിൻ്റെ അകത്താണ് കേട്ടോ എഴുതുന്നത്. 40 രൂപയാണ്. അതിൻ്റെ റെസിപ്റ്റ് നമ്മൾ പുറത്ത് കൊണ്ടുവന്നിട്ട് അവിടുന്ന് വേണം പ്രസാദം വാങ്ങിക്കാനായിട്ട്. പുറത്തുനിന്ന് നമുക്ക് പ്രസാദം നമുക്ക് കിട്ടും. അതുമായിട്ട് നമ്മൾ നേരെ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. കാരണം നിവേദ്യ സമയമായിരുന്നു. ഇനി അമ്പലത്തിലെ പാൽപ്പായസത്തിൻ്റെ റെസിപ്റ്റ് എഴുതുന്നത് അമ്പലത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ, വഴിപാട് കൗണ്ടറിലായിട്ട്. അമ്പലപ്പുഴ പോയ ഇതാണ് നമ്മൾ റീലുണ്ട്. അമ്പലത്തിൽ വന്നതാണ് ഗൈസ്. നമ്മൾ തൃക്കൈവെണ്ണയും ത്രിമധുരവും കഴിക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്തു. ഇനി എന്തോ ചെയ്യോ എന്തോ. നല്ല മഴയുണ്ട് ഗൈസ്. മഴ പെയ്തപ്പോൾ അമ്പലത്തിൻ്റെ ഭംഗി വല്ലാതെ കൂടി കണക്ക് തോന്നുന്നുണ്ട് കേട്ടോ. വേദ്യ സമയമായതുകൊണ്ട് നമ്മൾ അകത്ത് കയറാതെ ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. 1 മണിയാകുമ്പോൾ പായസം വാങ്ങിക്കണം കേട്ടോ. പോയി അവിടെ ഇരുന്നാണ് നോക്കട്ടെ. ഇതേ ഗൈസ്, ഒരു ആനയുടെ പ്രതിമയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നു നമ്മളെ ഒരു കൂരയുടെ കയറിയിരിപ്പുണ്ടപ്പോൾ ഇനി മഴ തീർന്നിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങി പോവാനായിട്ട്. കണ്ണനെ കണ്ടില്ല നേരെ. കണ്ണനെ നേരെ കാണാൻ പറ്റിയില്ല. കയറിയപ്പോഴേ അമ്പലം അടച്ച് നിവേദ്യ സമയമായിരുന്നു. നമ്മളിപ്പോൾ പായസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ? അല്ലേ? വെയിറ്റിംഗ് അല്ലേ? 1 മണിക്ക് പായസം എക്സൈറ്റഡ് ആണ് തന്നെ. 240 രൂപ 1 ലിറ്ററിന്. എന്തുവാ അല്ലേ കഴുത്തെറുപ്പ് എന്നെ എന്തിനായാലും. നമ്മൾ 1 മിനിറ്റ് പോലും തികച്ചിരുന്നില്ല. പക്ഷെ നമ്മളിവിടെ മെയിനായിട്ട് വന്നത് വീഡിയോ എടുക്കാൻ മറ്റേ തൃക്കൈവെണ്ണയും ത്രിമധുരവും കഴിക്കാനാണ് നമ്മളിവിടെ വന്നത്. പാൽപ്പായസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ഇപ്പൊ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. 1 മണിയാകുമ്പോൾ അവിടെ ചെന്ന് നിൽക്കണം. നല്ല ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും മഴ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. മഴ വന്നപ്പോൾ മഴ കൊള്ളാൻ കേട്ടോ. ഇവിടെ പ്രത്യേക ഒരു വൈബുണ്ട്. നല്ല രസമുണ്ട്. നല്ല കാറ്റും അമ്പലവും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ട് 1 മാസത്തിന്റെ ഉള്ളിൽ നടക്കുന്നത്. ആദ്യമായിട്ടാണ്. പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു 10-15 ദിവസത്തെ പ്ലാൻ. അപ്പോൾ മഴയൊക്കെ ഏകദേശം തോർന്നപ്പോഴത്തേക്കും നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയിട്ട്, കാരണം മഞ്ചാടി വാരാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ നമ്മൾ പോയി മഞ്ചാടിയൊക്കെ വാരിയതിന് ശേഷം അമ്പലക്കുളത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് അവിടെ നിന്ന് കുറേ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോണത് പായസത്തിൻ്റെ ക്യൂയിലേക്കാണ് കേട്ടോ. കാരണം 12:45 ടൈം. അപ്പോൾ നേരെ നമ്മൾ പായസത്തിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ക്യൂ ഉണ്ട്. അമ്പലത്തിൽ ഒന്ന് നേരെ തൊഴുവാൻ പറ്റിയില്ല. ഇനി പായസം വാങ്ങിയിട്ട് വേണം ഒന്ന് കയറി തൊഴുവാനായിട്ട് അല്ലേ? അതെ. പാൽപ്പായസം കറക്റ്റ് 12:55 ആയപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം കിട്ടി. ക്യൂ നിന്ന് അങ്ങനെ നമുക്ക് പായസം കിട്ടിയത് സന്തോഷമായി എല്ലാവർക്കും. ഇനി പായസവും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. 1:30 മണിക്കാണ് ട്രെയിൻ കേട്ടോ. നമുക്ക് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ഒന്നും കൂടെ നമുക്കൊന്ന് അമ്പലത്തിൽ കയറി നേരെ തൊഴുതിട്ട് വേണം പോകാനായിട്ട്. ഗൈസ്, നമ്മൾ ഒന്നും കൂടെ അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുതു. പായസം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും ഒന്നും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. നേരെ കാണാൻ പറ്റിയില്ലേ? തിരക്കും കുറവുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സിനിമ നടൻ നരനെ കണ്ടു. അതെ, നമ്മൾ കണ്ടു. അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. ഇവിടുന്ന് ഓട്ടോ കിട്ടുമോയെന്ന് അറിയത്തില്ല. നമ്മൾ നോക്കിയിട്ട് ഇനി ഓട്ടോയ്ക്ക് കയറി വേണം പോകാൻ കേട്ടോ. ഓട്ടോയ്ക്ക് 40 രൂപയുള്ളൂ.
അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഓട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. 1:05 ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകേണ്ടത്. 5 മിനിറ്റ് സമയമുള്ളൂ കേട്ടോ. ഓട്ടോയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട്. അപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് സമയത്ത് ഓട്ടോ കിട്ടിയോണ്ട് നമ്മൾ 1:10 തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് നേരെ കൊല്ലത്തോട്ട് പോകണം അല്ലേ. ബ്രിഡ്ജ് ഇറങ്ങി അപ്പുറം പോകണം. 3ാമത്തെ ഗൈസ് നമുക്ക് ട്രെയിൻ കിട്ടി. തിരിച്ചുള്ള ട്രെയിൻ വന്ന ട്രെയിനാണ് കേട്ടോ. ആ ട്രെയിനിൽ തന്നെ നമ്മൾ തിരിച്ചോളാം. 3 മണിയൊക്കെ ആകുമ്പോൾ കൊല്ലത്തെത്തുമായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് വന്ന ട്രെയിൻ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകാൻ പോകുന്നത്. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. പെട്ടെന്ന് പോയിട്ട് വന്നു അല്ലേ? അതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്. പായസം കിട്ടിയപ്പോൾ നല്ല ഹാപ്പി. പായസം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. എന്തായാലും പായസം കിട്ടി. കുടിക്കാൻ പറ്റിയില്ല. കാരണം ട്രെയിൻ കിട്ടുമെന്നുള്ളത് എപ്പോഴത്തെ അവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. അപ്പോഴേ നമുക്ക് ഓട്ടോ കിട്ടി. അപ്പോൾ ഇത് നമുക്കിനി കൊല്ലം സ്റ്റേഷൻ ഇന്നധികം അമ്പലത്തിൽ അത്ര തിരക്കില്ലായിരുന്നു. ക്യൂവിനൊക്കെ ഭയങ്കര ആളായിരുന്നെങ്കിലും എന്തോ അത്ര തിരക്കില്ലാത്ത കണക്കാണ് തോന്നി. തൊഴുവാനൊക്കെ നന്നായിട്ട് പറ്റി അല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് കൊല്ലത്ത് നിന്നിട്ട് ഏകദേശം 3:20 ആയപ്പോഴത്തേക്കും ഓർഡിനറി കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രിയദർശിനി. ഒറ്റ ബസ് പള്ളിക്ക് വരെ എല്ലാവരും ക്ഷീണിച്ചൊരു പരിപാടി. സ്ത്രീയിലേക്ക് വീട്ടിൽ പോയാൽ അറിയുന്നു.